നിന്നെ അച്ഛൻ ഒരു കാര്യം ഏൽപ്പിച്ചു. നിന്നെ കൊണ്ടത് സാധിക്കുന്നില്ല. നിന്നെയൊന്നും ഒന്നിനും കൊള്ളില്ല സൂരജ്. അച്ഛാ, അച്ഛൻ സൂരജിനെ ഒരുപാട് തലയ്ക്കെട്ടി വെച്ചിരിക്കുക. ഒരു 15 മിനിറ്റ് കാര്യമുള്ളൂ. പക്ഷെ പറ്റിയില്ല. അവൻ അല്പം പോലും ചിന്തിക്കാതെ ഒരുത്തിന് നേരെ കൈയോങ്ങി 48 മണിക്കൂറിന്റെ ബെറ്റും തെറ്റിച്ചു. ഞാൻ എന്നേക്കും ഇവിടെ നിന്ന് പൊക്കോളാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന ഏത് കണ്ടീഷനും സമ്മതം. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. അടുത്ത 48 മണിക്കൂർ നീ ഒരു തരത്തിലുള്ള വടക്കിനും പോകരുത്. ആരുടെ നേർക്കും കൈ ഒങ്ങരുത്. ആരും ഭീഷണിപ്പെടുത്തരുത്. അച്ഛാ, അച്ഛനെ പിണക്കിയാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവനും മനസ്സിലാക്കണം. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓരോ കുപ്പായവും ഓരോരുത്തരും ചേരും. അതുകൊണ്ട് വക്കീൽ സാറേ, നിങ്ങൾ നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ പോയി നോക്കും. അല്ല പിന്നെ നമ്മുടെ പുതിയ ഫാക്ടറിക്ക് നേരെയുള്ള സ്റ്റേ ഉണ്ടല്ലോ, അതിനെ വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ നീ കോടതിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നോ? നിന്റെ അച്ഛനെ ഉപദേശിച്ച് വലിയ ആളാകാനൊന്നും നീ നോക്കണ്ട. ഞാൻ എപ്പോ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സൂരജിന്റെ കാര്യം വിട്ടേക്ക. അവൻ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ. സോറി അച്ഛാ, എന്നാലും സൂരജിന് അച്ഛനത്ര വിശ്വാസം ഉണ്ടോ? അവനെ ഇശ്ശേരി കൊണ്ടുവരാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അനുരാഗേ, മനുഷ്യൻ ഉപ്പും ചോറും തിന്നാലും ചിലപ്പോൾ നന്ദികേട് കാണിച്ചു നിൽക്കും. പക്ഷെ ഒരു വളർത്തുമൃഗം എത്ര തല്ലുകൊണ്ടാലും നമ്മോട് നന്ദി മാത്രമേ കാണിക്കൂ. ആ സൂരജ് ഞാൻ ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്ന ഒരു മൃഗം മാത്രമാണ്. അവൻ ഒരിക്കലും എന്നോട് നന്ദികേട് കാണിക്കില്ല, ഒരിക്കലും. എന്തായി ചെയ്യുന്നേ? ഇതിനൊന്നും ആവശ്യമില്ല. മാറിയിരുന്നേ, മാറ്റിക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ചെവിയേക്കില്ലേ? മാറിയിരിക്കാൻ. ഒരു ഭാര്യ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഭാര്യമാരൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ച അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിരിക്കും. പിന്നെ എന്തിനാ ഈ ഭാര്യ ഭാര്യ എന്ന് പറയുന്നേ? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത് പോലെ പെരുമാറാനൊന്നും പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോ? ഭാര്യ ഭർത്താവിന് വേണ്ടി യമനോട് പോലും തർക്കിച്ചിട്ടുള്ളതാ. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ ഭാര്യ ഭാര്യ എന്ന് പറയുന്ന പരിപാടി നിർത്തിക്കോണം. നിങ്ങൾ എന്റെ ഭാര്യ അല്ല, മനസ്സിലായോ? ഈ കല്യാണം മര്യാദയ്ക്ക് നടന്നൊരു കല്യാണം അല്ലെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ശരിക്കുള്ള ഭാര്യയല്ല, കേൾക്കുന്നുണ്ടോ? എന്തായാലും നീ എന്റെ ഭർത്താവ് തന്നെയാ, ബ്രഹ്മചാരിയായ ഭർത്താവ്. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എടി മോണിക്കേ, അത് അവിടെ ഒരു 15,000 രൂപ വെച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവിനോട് അതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കാൻ പറയേ. ശരി അമ്മേ. മഹാറാണി എങ്ങോട്ടാ പോന്നെ? ഭക്ഷണം ഉണ്ടാക്കാൻ. ദിവസവും കുറച്ച് ഉണ്ടാക്കി പഠിച്ചാ ഒരു ദിവസം നല്ല ഷേപ്പില് നന്നായി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതെയോ? നിന്റെ അമ്മ ഇവിടെ പണം കായ്ക്കുന്ന മരം വെച്ചിട്ടുണ്ടോ? അല്ലാതെ പിന്നെ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ കിട്ടുന്ന റേഷനും മറ്റു സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചോണ്ടിരിക്കണോ? അയ്യോ, ആ ബിന്ദിയെ ഉപദ്രവിച്ച എറണംകെട്ടവന്മാര് എങ്ങനെയെങ്കിലും നശിച്ചു പോവേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു വയ്യാവലി തലേന്ന് ഒഴിയുമായിരുന്നു. നിന്നോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞതേ വലിയൊരു സൗജന്യമായിട്ട് എടുക്കണ്ട. ഇവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് തിന്നു മുടിക്കാന്ന് വിചാരിക്കണ്ട. ഇന്ന് നീ മാർക്കറ്റിൽ പോണം, എന്നിട്ട് നല്ല പച്ചക്കറികൾ നോക്കി വാങ്ങിക്കൊണ്ട് വരണം. മോണിക്കേ,
ആ സഞ്ചി എടുത്ത് കൊടുക്ക്. എന്നിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക്. ശരി അമ്മേ. ദാ പിടിച്ചോളൂ സഞ്ചി. 1/2 കിലോ തക്കാളി, 1/2 കിലോ ഉള്ളി, 1/2 കിലോ ഉരുളക്കിഴങ്ങ്, 1/4 കിലോ വെളുത്തുള്ളി, 1/4 കിലോ ജീരകം, പിന്നെ 1/4 കിലോ പുതിന. പുതിന എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തേ. മാർക്കറ്റിലേക്ക് ചിലപ്പോ എല്ലാം ഓർക്കുമല്ലോ അല്ലേ? ഒന്നും മറന്നുപോന്നില്ലല്ലോ. അതിനിപ്പോ നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ എല്ലാം ഓർത്തോളാം. ഞാൻ കൊണ്ടുവരാം. തക്കാളി, വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, 1/2 ഏ കിലോ. മഹാറാണി, ആ കടക്കാരൻ പൈസ വല്ലതും ചോദിക്കുകയാണെങ്കിലേ അത് നമ്മുടെ അക്കൗണ്ട് എഴുതാൻ പറഞ്ഞാൽ മതി. ശരി. ആ വീട്ടിലെ പണികളൊക്കെ ഏൽപ്പിച്ച് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരും വേണ്ട. ഇനിയിപ്പം മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചോളും. ഈ ഫോട്ടോസ് കണ്ടിട്ടായാലും ശരി, ആരോ സാറിന് എങ്ങനെയെങ്കിലും സ്വയം എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എത്ര വലിയ മുറിവുണ്ടായെന്ന് നോക്കിയേ. അയ്യേ, ഈ മുറിവുണ്ടെങ്കിൽ ഇപ്പൊ എന്തുണ്ടാവനാ? പിന്നെ ഒരു കാര്യമുണ്ട്, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, നീ എന്നെ ഇത്രയൊക്കെ കെയർ ചെയ്യുന്നല്ലേ, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നല്ലേ, അപ്പോ നിനക്കെന്തെങ്കിലും സംഭവിക്കാൻ പാടുണ്ടോ? കാവ്യ, ആ ആക്സിഡന്റിന് ശേഷം ഞാൻ എന്നെ തന്നെ എന്നിൽ നിന്ന് അകറ്റിയതാ. ഒരുപാട് കാലം ഞാൻ ആരോടും സംസാരിക്കില്ലായിരുന്നു, എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം എന്നെ മനസ്സിലാക്കുന്നൊരു ഫ്രണ്ടിനെ കിട്ടിയത്. അതുകൊണ്ട് നിനക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല.